അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഏറെ പവിത്രമാക്കപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോഴുള്ള മാസം ഏതാണ്? ഇപ്പോഴുള്ള മാസം ഇംഗ്ലീഷ് മാസമല്ല, അറബ് മാസം ഏതാണ്? ആർക്കാ ടൈപ്പ് ചെയ്യാൻ പറ്റുക? വേഗം ആരാ ഫസ്റ്റ് ടൈപ്പ് ചെയ്യണം നോക്കട്ടെ ഞാൻ കുട്ടികളിൽ. ഏതാണ് ഇപ്പോഴത്തെ മാസം? ഏതാ? ദുൽഹിജ്ജ. മാഷാ അള്ളാഹ്. മുഹമ്മദ് യാസീനാണ് ഫസ്റ്റ് ടൈപ്പ് ചെയ്തത്. പിന്നെ ഹയ, ഫാത്തിമ, റജില, സഹറ, ലൈബ, ആയിഷ, ഖൈറ, നിലൂഫ, ഓക്കെ, സൽഫ. ഓക്കെ, മാഷാ അള്ളാ, നല്ല ഉഷാറാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാവരും പെട്ടെന്ന് പ്രതികരിച്ചിട്ടുണ്ട് അല്ലേ? ഇനാറൊക്കെ ടൈപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്, മാഷാ അള്ളാ. അപ്പൊ നമ്മൾ ദുൽഹിജ്ജ മാസത്തിലാണുള്ളത്. അപ്പൊ ഈ ദുൽഹിജ്ജ മാസത്തിന്റെ 10-നൊരു പ്രത്യേകത ഉണ്ട്. ദുൽഹിജ്ജ 1, 2, 3 ഇങ്ങനെ പോയി അതിന്റെ 10ലേക്ക് എത്തുമ്പോൾ അന്നാണ് നമ്മൾ ബലി പെരുന്നാൾ ആഘോഷിക്കുക. ഓക്കെ, ദുൽഹിജ്ജ മാസം വന്നാൽ, അല്ലാതെ ഫെബ്രുവരിയിൽ അല്ലെങ്കിൽ മാർച്ചിൽ ഇങ്ങനെയല്ല വരിക. അറബ് മാസത്തില് ദുൽഹിജ്ജ 10-നാണ് നമ്മൾ ബലി പെരുന്നാൾ ആഘോഷിക്കുക, ദുൽഹിജ്ജ 10-ന്. അപ്പോ ആ പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും എന്താണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് കിട്ടിയ മെസ്സേജിൽ വന്നിട്ടുണ്ടാവും അല്ലെ? എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് പറയാൻ പോണത്. പെരുന്നാളിലെ പുണ്യങ്ങൾ എന്നാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം. എല്ലാവരും നോട്ട്ബുക്ക് എടുക്കുക, വേഗം എടുക്കുക. നോട്ട്ബുക്ക് എടുത്ത് പേന എടുത്ത് ഈ ഭാഗം ഇങ്ങനെ എഴുതി പോകണം. ഒരു 10 കാര്യം മാത്രം എഴുതിയാൽ മതി, വെറും 10 കാര്യം. അതിനുള്ള സമയമാണ് നമുക്ക്. വേഗം എടുക്കേ, വേഗം എടുക്കുക. എല്ലാവരും നോട്ട്ബുക്ക് എടുക്കും, ഓടി വരും. നോട്ട്ബുക്ക് എടുത്തുകൊണ്ട് നിങ്ങൾ എഴുതേണ്ടത് ഇതാണ്, ഹെഡിങ് ഇതാണ്: പെരുന്നാളിലെ പുണ്യങ്ങൾ. പെരുന്നാളിൽ എന്തൊക്കെ പുണ്യങ്ങൾ നമുക്കുണ്ടെന്ന്, പെരുന്നാളിൽ എന്തൊക്കെ പുണ്യങ്ങൾ ഉണ്ട് എന്നാണ് നമ്മൾ പറയണേ. നല്ല ശ്രദ്ധിച്ചോടെ, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ് നമ്മൾ പറയണേ ഇൻഷാ അല്ലാഹ്. പെരുന്നാളിലെ പുണ്യങ്ങൾ. എഴുതി കഴിഞ്ഞാൽ പറയണേ, എഴുതി കഴിഞ്ഞാൽ എല്ലാവരും പറയണേ, എഴുതി കഴിഞ്ഞാൽ പറയണം. പെരുന്നാളിലെ പുണ്യങ്ങൾ. പെരുന്നാളിലെ പുണ്യങ്ങൾ.
പെരുന്നാളിലെ പുണ്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ പറയാം, എന്നാലാണ് നമുക്ക് അടുത്തടുത്ത പോയിന്റുകൾ ഇങ്ങനെ പോകണം. ഓക്കെ, പെരുന്നാളിലെ പുണ്യം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളെല്ലാവരും പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലെ. ആ ഒരു പെരുന്നാളിൽ കരഞ്ഞിരിക്കൊന്നുമില്ല, അയ്യോ ഇന്നിപ്പോ പെരുന്നാളാണല്ലോ എന്ന് പറഞ്ഞിരിക്കൂല. എല്ലാവർക്കും ആ അന്ന് പെരുന്നാളാണ്. പെരുന്നാളിന് മുമ്പേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും? പെരുന്നാളിന്റെ മുമ്പ് എന്തൊക്കെ ചെയ്യാ? തലേ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാ? ഒന്ന് ടൈപ്പ് ചെയ്താണ് നോക്കട്ടെ, നോക്കട്ടെ നിങ്ങൾ എന്തൊക്കെ ചെയ്യും നോക്കട്ടെ. പെരുന്നാളിന് എന്തൊക്കെയാണ്? ആ മെഹന്തി ഇടും, പിന്നെ അതെ അല്ലെ, മൈലാഞ്ചി ഇടുക, പിന്നെന്തൊക്കെയാ? കുളിക്കുക, ഡ്രസ്സ് എടുക്കുക അല്ലെ. ഇത് തൊട്ട് മുമ്പത്തെ ദിവസമാണ് പറയണത്. ഓക്കെ, എല്ലാം ഒന്ന് റെഡിയായി ഇപ്പില്ലേ, നഖമൊക്കെ കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി ഇങ്ങനെ നിൽക്കും. നമുക്ക് പെരുന്നാളിന്റെ തലേ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും ഉറക്കം തന്നെ ഉണ്ടാവില്ല. എന്താണ്? നാളെ പെരുന്നാളാണ്, നാളെ പെരുന്നാളാണ് എന്നറിയാം അല്ലെ. നാളെ പെരുന്നാൾ എന്ന് പറഞ്ഞിട്ട് റെഡി ആയിരിക്കുകയാണ്. പിറ്റത്തെ ദിവസം പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് അല്ലെ, അങ്ങനെ മുന്നോട്ട് പോകാം. ചിലപ്പോൾ ഇത്തവണ ചിലപ്പോൾ പുതിയ ആൾക്ക് ചിലപ്പോൾ ഡ്രസ്സൊന്നും ഉണ്ടാവണം എന്നില്ല, കാരണം സ്കൂളൊക്കെ തുറന്ന് അതിൻ്റെ തിരക്കുകളും ഒക്കെ ഉണ്ടാവും. അത് കുഴപ്പമൊന്നുള്ള കാര്യമില്ല. ഓക്കെ, എന്തായിരുന്നാലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം കേട്ടോ. എന്തൊക്കെ കാര്യങ്ങളാണ് അതിലുള്ളത് എന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്കൊന്ന് പറയാം. പെരുന്നാളിലെ പുണ്യങ്ങൾ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. പെരുന്നാളിലെ പുണ്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ്? 10 കാര്യങ്ങളെ നമ്മൾ പറയണുള്ളൂ. വെറും 10 കാര്യം. 10 കാര്യം പറഞ്ഞ് അതിൻ്റെ അവസാനത്തിലൊരു കാര്യം പറയും. അവസാനത്തിലൊരു കാര്യം പറയും. ഓക്കെ, 10 കാര്യങ്ങൾ പറഞ്ഞ് അതിൻ്റെ അവസാനത്തിൽ ഒരു കാര്യം പറയും. അത് ഇൻഷാ അല്ലാഹ് എല്ലാവരും ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ പെരുന്നാളിലെ പുണ്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം വിശദീകരിക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, മുസ്ലിമീങ്ങൾക്ക് പൊതുവായി 2 ആഘോഷങ്ങളാണ്, 2 പെരുന്നാളുകളാണുള്ളത്. ഒന്ന് ഈദുൽ ഫിത്തറും മറ്റൊന്ന് ഈദുൽ അദ്ഹയും. ഈദ് എന്ന് പറയുമ്പോൾ ശരിക്ക് ആഘോഷം എന്നൊരർത്ഥമുണ്ട്, ആഘോഷം. അതോടൊപ്പം തന്നെ തുടർച്ചയായി ഇങ്ങനെ പിന്നെയും വരുന്നത്, പിന്നെയും വരുന്നതിനും ഈദ് എന്ന് പറയും. ഇപ്പൊ 2 ആഘോഷങ്ങൾ. ഈദുൽ ഫിത്തർ എന്ന് പറഞ്ഞാൽ ചെറിയ പെരുന്നാളും ഈദുൽ അദ്ഹ എന്ന് പറഞ്ഞാൽ ബലി പെരുന്നാളുമാണ്. ഇതാണ് പ്രധാനപ്പെട്ട 2 ആഘോഷങ്ങൾ. പെരുന്നാളുകൾ എന്ന നിലക്ക് നമ്മളോട് പറയാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഈ 2 ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അപ്പൊ 2 ആഘോഷങ്ങൾ എല്ലാവർക്കും അറിയാം. നമ്മൾ കഴിഞ്ഞ വർഷം എന്ത് ചെയ്തിട്ടുണ്ട്? വിശദമായി കൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് ഈദുൽ ഫിത്തർ നമ്മൾ ആഘോഷിച്ചു, അഥവാ ചെറിയ പെരുന്നാൾ കഴിഞ്ഞു. ഇനി നമ്മുടെ മുന്നിലുള്ളത് ബലി പെരുന്നാളാണ്. ചെറിയ പെരുന്നാളും ബലി പെരുന്നാളും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഒന്ന് ചെറുത് മറ്റേത് വലുതൊന്നല്ല. സംഭവം ശരി തന്നെയാണ്. ചെറിയ പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു ദിവസം ഉണ്ടാകുള്ളൂ. ബലി പെരുന്നാൾ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 3 ദിവസത്തോളം ഉണ്ട്. പെരുന്നാൾ എന്ന നിലക്ക് പറയുകയാണെങ്കിൽ. അപ്പൊ നമ്മൾ അതിലേക്ക് വരാം. അതിന് മുമ്പ് ഈ 2 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ചെറിയ പെരുന്നാളിനും ബലി പെരുന്നാളിനും ഒരേപോലെയല്ല ഉണ്ടാവുക, ചില വ്യത്യാസങ്ങളുണ്ട്. അതെന്തൊക്കെയാന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ നമ്മളൊന്ന് പറയാൻ പോകുന്നത് പെരുന്നാളിന് നമ്മൾ നേടിയെടുക്കേണ്ട പുണ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇതിൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്യണ കാര്യങ്ങൾ തന്നെ, നമ്മൾ ചെയ്യണ അതേ കാര്യങ്ങൾ. ഇതാപ്പോന്ന് ചോദിക്കും നമ്മള്. കാരണം എന്താ? നമ്മളെല്ലാം ചെയ്യണ കാര്യമാണ്. പക്ഷേ ഇത് ചെയ്യണമെങ്കിൽ നമ്മുടെ മനസ്സിൽ ആ ഒരു കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യണം. അള്ളാന്റെ അടുത്ത് നിന്ന് എനിക്ക് കൂലി കിട്ടണം എന്ന ഉദ്ദേശത്തിലാണ് എന്ത് ചെയ്യേണ്ടത്? ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോഴാണ് എന്ത് ചെയ്യുക? നമുക്ക് കൂലി കിട്ടുള്ളൂ. ഓക്കെ, അള്ളാന്റെ അടുത്ത് കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യാം. അപ്പൊ അതിൽ ഒന്നാമത്തെ കാര്യമാണത് കുളിക്കുക എന്നുള്ളത്. കുളിക്കുക ഒന്നാമത്തെ കാര്യം. എഴുതിക്കോളിയും. പെരുന്നാളിന് എന്തൊക്കെ പുണ്യങ്ങൾ നടണം എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം കുളിക്കലാണ്. കുളിക്ക് എല്ലാവരും പിന്നെ കുളിച്ചിട്ട് തന്നെയല്ലേ പോവുക. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുക? എല്ലാവരും കുളിക്കുന്നുണ്ട്, പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം എന്നാണ് പല ആൾക്കാരും വിചാരിക്കുക. സത്യത്തിൽ നമ്മളെല്ലാവരും കുളിക്കുന്നുണ്ട്, പക്ഷെ പെരുന്നാളിനൊരു പ്രത്യേക കുളിയുണ്ട്. അതെന്താ? അന്ന് പ്രത്യേകിച്ച് വേറെ ഏതെങ്കിലും ലക്സ് ഉപയോഗിച്ചുകൊണ്ട് കുളിക്കണോ, അല്ലെങ്കിൽ ചന്ദ്രിക ഉപയോഗിച്ചിട്ട് കുളിക്കണോ? അതൊന്നുമില്ല. നമ്മൾ സാധാരണ കുളി തന്നെയാണ്. പക്ഷെ നമ്മൾ കുളിക്കുമ്പോൾ ഒരു നീയത്ത് ഉണ്ടാവണം നമുക്ക്. ഞാനേ പെരുന്നാളിന്റെ കുളിയാണ് കുളിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്,
ഈ പെരുന്നാളിൻ്റെ അന്ന് കുളിക്കുക എന്നുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ കുളിക്കാൻ പോകും. ആ ഒരു നീയത്തിലാണ് നമ്മൾ കുളിക്കേണ്ടത്. ഞാൻ പറയണത് മക്കൾ കേൾക്കുന്നുണ്ടോ? എല്ലാവരും ഓക്കെ അല്ലേ? മനസ്സിലാവണില്ലേ? അവിടെ എഴുതിയിട്ടുണ്ട് നീയത്ത് വേണം. അതെ അതെ അതെ, അഹ്സൻതി. ഓക്കെ, അപ്പൊ എന്നാ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യമാണ്, നമ്മൾ പെരുന്നാളിൻ്റെ അന്ന് എല്ലാവരും കുളിക്കും. നമ്മൾ രാവിലെ എണീറ്റാൽ തന്നെ ഉമ്മാനോടും ഉപ്പാനോടും പറയണം, ഉമ്മ കുളിക്കണ സമയത്ത് നീയത്ത് ഉണ്ടാവണം കേട്ടോ. ഉപ്പാനോട് പറഞ്ഞു കൊടുക്കണം, ഇപ്പൊ കുളിക്കണ സമയത്ത് നീയത്ത് വേണേ, എന്നാ നമുക്ക് കൂടുതൽ കൂലി കിട്ടും. നമ്മൾ കുളിക്കുക എന്നുള്ളത്, എല്ലാവരും കുളിക്കുന്നുണ്ട്. എല്ലാവരും ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരത്തും ഇനി അതിന്റെ ഇടയിൽ ഉച്ചക്ക് കുളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പോഴും കുളിക്കും. കാരണം നമ്മുടെ നാട്ടിൽ വെള്ളം സുലഭമാണ്, അൽഹംദുലില്ലാ. എന്നാൽ വെള്ളം കിട്ടാത്ത പല ഭാഗങ്ങളും ഉണ്ട്. അവിടെ ചിലപ്പോൾ ഒരു നേരമായിരിക്കും കുളിക്കുക, ചിലപ്പോൾ 2 ദിവസം കൂടുമ്പോഴായിരിക്കും കുളിക്കുക. അല്ലെ, അവരെ സംബന്ധിച്ചിടത്തോളം അത്രേ കിട്ടുള്ളൂ. നമ്മൾ കുറച്ചുകൂടി വൃത്തി കാണിക്കുന്ന ആളുകളായതുകൊണ്ട് നമ്മൾ ഒന്നിലധികം തവണ കുളിക്കും. പക്ഷേ നമ്മൾ കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് നമ്മളെ മനസ്സിലുണ്ടാവണം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. ഈ ഒരു ദിവസം കുളിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അള്ളാഹിന്റെ അടുക്കൽ കൂലി കിട്ടുന്ന കാര്യമാണ്. ഞാൻ കുളിച്ചാലും കൂലിട്ട നമ്മൾ കുളിച്ചാൽ ശരിക്കും മണം പോകുന്നതാണ് അല്ലെ, നല്ല സ്മെല്ലൊക്കെ ആകും എന്നുള്ളതാണ്. പക്ഷേ കുളിച്ചാലും കൂലി കിട്ടും. അതാണ് ഈ ഒന്നാമത്തെ കാര്യം. ഒന്നാമത്തെ വിഷയമാണ് കുളിക്കുക. അപ്പൊ നമ്മൾ ഇനി പെരുന്നാളിന് കുളിക്കുമ്പോ ഈ നീയത്ത് ഉണ്ടാവൂലേ? അല്ലേ, എല്ലാവർക്കും ഉണ്ടാവൂലേ? യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, മാഷാ അല്ലാ. അപ്പൊ എല്ലാവരും ഇവിടെ ടൈപ്പ് ചെയ്ത് വരുന്നുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ, അൽഹംദുലില്ലാ. ഓക്കെ, എന്നാ രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരണം. രണ്ടാമത്തെ വിഷയം എന്താന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. രണ്ടാമത്തെ വിഷയമാണ് നല്ല വസ്ത്രം ധരിക്കുക. നല്ല വസ്ത്രം ധരിക്കുക. നല്ല വസ്ത്രം എന്ന് പറയുമ്പോൾ നേരെ ശ്രദ്ധിക്കുക. ആദ്യം എല്ലാവരും എഴുതി കഴിഞ്ഞിട്ട് ഞാൻ പറയാം. രണ്ടാമത്തെ പോയിന്റ് എഴുതുക. രണ്ടാമത്തെ പുണ്യമാണ് നല്ല വസ്ത്രം ധരിക്കുക. നല്ല വസ്ത്രം ധരിക്കുക. ഓക്കെ, നമ്മളെ മദ്രസയിലുള്ള കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവണം. ഇൻഷാ അല്ലാഹ് നിങ്ങളോട് ടീച്ചേഴ്സ് ചോദിക്കൂട്ടോ. മദ്രസയിലുള്ള കുട്ടികളോടാണ് പറയണത്. ജാദിന്റെ മദ്രസയിലുള്ള കുട്ടികളോട് നിങ്ങളത് കൃത്യമായിട്ട് എഴുതണം. ടീച്ചേഴ്സ് നിങ്ങളോട് ചോദിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ എഴുതിയത് കാണിച്ചു കൊടുക്കേണ്ടി വരും. അതിന്റെ ഫോട്ടോ എടുത്തിട്ട് അയക്കേണ്ടി വരും. അപ്പൊ അതോട് ശ്രദ്ധിക്കുക എല്ലാവരും. ഓക്കെ, അപ്പോ രണ്ടാമത്തെ കാര്യമാണ് നല്ല വസ്ത്രം ധരിക്കുക. ഇനി നല്ല ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. നല്ല വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞേ, അല്ലാതെ പുതിയ വസ്ത്രം എന്നല്ല. ഒരാൾക്ക് പുതിയത് വാങ്ങാൻ കഴിയില്ല എങ്കിൽ അയാൾ ഉള്ളത് ധരിച്ചാൽ മതി. ഇപ്പൊ പ്രത്യേകിച്ച് ചെറിയ പെരുന്നാളിന് പല ആൾക്കാർ കൊടുത്തിട്ടുണ്ടാകും. അപ്പൊ വലിയ പെരുന്നാളിന് അപ്പോഴും ഡ്രസ്സ് എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ വാപ്പാന്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല അല്ലെ. നമ്മളെ വാപ്പ പാവപ്പെട്ട ഒരാളായിരിക്കും. അപ്പോൾ നല്ല ഒരു വസ്ത്രം വാങ്ങാൻ പൈസ ഉണ്ടാവണമെന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ സ്കൂൾ തുറന്നിക്കാണ്. സ്കൂൾ യൂണിഫോം വേണം, പുസ്തകം വേണം, അതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് വേണം, നോട്ട് ബുക്ക് വേണം, അതുപോലെ തന്നെ പുസ്തകം പൊതിയാനുള്ള സാധനം വേണം അല്ലേ, അതേപോലെ തന്നെ വാട്ടർ ബോട്ടിൽ വേണം, പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള ടിഫിൻ ബോക്സ് വേണം. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പൈസ ചിലവാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ പോയിട്ട് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് പുതിയ വസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ല, അങ്ങനെയല്ല. പുതിയ വസ്ത്രം ധരിക്കണം. നല്ല കുട്ടികൾ എന്താ ചെയ്യേണ്ട അറിയോ? നിങ്ങളെ വാപ്പാനും ഉമ്മാനും പ്രയാസപ്പെടുത്താതിരിക്കാൻ. വാപ്പാന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ വാപ്പ വാങ്ങിത്തരും. അതായത് നമ്മൾ പിന്നെ വാപ്പ ധരിച്ചിട്ടില്ലെങ്കിലും നമ്മൾ ധരിച്ചോട്ടെ എന്ന് വിചാരിക്കുന്നവരാണ് നമ്മളെ വാപ്പയും ഉമ്മയ്ക്ക് അല്ലെ. ഓർക്ക് എടുത്തിട്ടില്ലെങ്കിലും നമ്മക്ക് എടുത്തരും. എൻ്റെ കുട്ടി എടുത്തോട്ടെ. അപ്പൊ നമ്മൾ ചോദിക്കണം, നമ്മളെ ഉപ്പാനോടും ഉമ്മാനോടൊക്കെ ചോദിക്കണം. നിങ്ങൾ വാപ്പാനും ഉമ്മാനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഉമ്മാനിപ്പാനി ഇഷ്ട? എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഉമ്മാനിപ്പാനി ഇഷ്ടമാണോ? അല്ലെ, ആർക്കൊക്കെ ഇഷ്ടമുള്ളത്? എല്ലാവർക്കും ഇഷ്ടമുണ്ടോ? ഇതിൽ ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ. കുറെ ആൾക്കാർ ടൈപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. മാഷാ അല്ലാ മാഷാ അല്ലാ, കുറെ ആൾക്കാർ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളൊന്നൊരു കാര്യം ചെയ്യണം. നിങ്ങൾ ഉമ്മാനി ഇപ്പാനി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യേണ്ട എന്താ അറിയോ? നിങ്ങൾ ഉമ്മാനോട് ഉപ്പാനോട് ചോദിക്കണം,
ഉമ്മ നിങ്ങൾക്ക് പുതിയ ഡ്രസ്സ് എടുത്തിട്ടുണ്ടോ? പെരുന്നാക്ക്. പാപ്പച്ചേ നിങ്ങൾക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടോ? ഓർക്കൊന്നും എടുക്കണില്ലെങ്കിൽ നമുക്കും വേണ്ട. നമ്മളിപ്പോൾ എടുത്തത് തിരിച്ചു കൊടുക്കണം എന്നല്ല പറയണത്, നമ്മളെ ചോദിക്കണം എപ്പോഴും. ഓർക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മൾ പിന്നെ വാപ്പ എടുത്തിട്ടുണ്ടോ ഉമ്മ എടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുക എന്നുള്ളത് തന്നെ ഓരെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ എടുത്തു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളടുത്ത് പൈസ അല്ലല്ലോ. നമ്മളടുത്ത് പൈസ അല്ലേ, നമ്മൾ ജോലിക്ക് പോകുന്ന ആൾക്കാരൊന്നുമല്ല, നമ്മൾ പഠിക്കണ കുട്ടികളല്ലേ. പക്ഷേ ഒരു പറയും എൻ്റെ കുട്ടി ഉണ്ടല്ലോ മാഷാ അല്ലാ നല്ല കുട്ടിയാണ്, കാരണം എന്നോട് ഇങ്ങോട്ട് ചോദിക്കും ഉമ്മ നിങ്ങൾക്ക് എടുത്തോ എന്ന് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് വാപ്പച്ച് നിങ്ങൾക്ക് ഉപ്പായ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അതാണ് നല്ല കുട്ടിയാണ്. അപ്പൊ നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കണ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. എനിക്ക് ആ ഡ്രസ്സ് വേണം, എനിക്ക് ഈ ഡ്രസ്സ് വേണം, എനിക്ക് പഴയ ഡ്രസ്സ് പോരാ, എനിക്ക് പുതിയ തന്നെ വേണം, എനിക്ക് ഇന്ന ഡ്രസ്സ് തന്നെ വേണം, ഇത്ര വില ഉള്ളത് വേണം, അങ്ങനെയൊക്കെ പറയുന്നത് നല്ല കുട്ടികളുടെ സ്വഭാവ അല്ലല്ലോ. ഉറപ്പല്ലേ? അത് നല്ല കുട്ടികളുടെ സ്വഭാവമല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നല്ല കുട്ടികളാണെങ്കിൽ നമ്മളെ ഡ്രസ്സിന്റെ പേരിലൊന്നും എന്ത് ചെയ്യരുത്, നമ്മളെ വാപ്പാനും ഉമ്മാനൊന്നും പ്രയാസപ്പെടുത്തരുത്. ഓരെടുത്തിട്ടില്ലെങ്കിലും നമുക്ക് എടുത്തരും തന്നെ നമ്മൾ മനസ്സിലാക്കണ്ടേ. കാരണം ഓർക്ക് നമ്മളെ വല്ലാത്ത ഇഷ്ടമാണ്, നല്ല ഇഷ്ടമാണ് നമ്മളെ. അതുകൊണ്ടാണ് കഴിഞ്ഞ പെരുന്നാക്കൊക്കെ ചിലപ്പോൾ പഴയ ഡ്രസ്സ് തന്നെ ഇട്ടിട്ടുണ്ടാകുക, അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പ് ഒരു പഴയ തന്നെ ഇട്ടിട്ടുണ്ടാകുക. നമുക്ക് നല്ല നല്ല വസ്ത്രം ഇടും, കാരണം അത് പെട്ടെന്ന് കുട്ടികളൊക്കെ എടുത്തിട്ട് കേടരുന്നു, ഓരോതൊക്കെ ചളിയായിട്ടുണ്ടാകും, അല്ലെങ്കിൽ ആകെ കീറിയിട്ടുണ്ടാകും, കളറൊക്കെ പോയിട്ടുണ്ടാകും എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ പിടിച്ചിടും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അവരെ പ്രയാസപ്പെടുത്തരുത്, പ്രത്യേകം മനസ്സിലാക്കാം. ഇനി നല്ല വസ്ത്രം ധരിക്കുക എന്ന് പറയുമ്പോൾ, നല്ല വസ്ത്രം നമുക്ക് കിട്ടി, പുതിയ വസ്ത്രം തന്നെയാണെന്ന് വിചാരിച്ചു എങ്കിൽ അത് ധരിക്കണ സമയത്ത്, അല്ലെങ്കിൽ നല്ല വസ്ത്രം ധരിക്കണ സമയത്തൊക്കെ എന്തുണ്ട്, ചില പ്രാർത്ഥനകൾ പഠിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം. ഇത് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക, പിന്നെ അത് പഠിക്കുക കേട്ടോ. അതല്ലെങ്കിൽ ഞാൻ ഇൻഷാ അല്ലാഹ് നമ്മുടെ മദ്രസ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യേണ്ട ഈ ഒരു പ്രാർത്ഥന പോസ്റ്റ് ചെയ്യേണ്ട, നിങ്ങൾ എന്ത് ചെയ്യുക, അത് നോക്കിയിട്ടെങ്കിലും പഠിക്കണം, നോക്കിയിട്ടെങ്കിലും ചൊല്ലണം. നല്ല വസ്ത്രം ധരിക്കുമ്പോൾ അല്ലെങ്കിൽ പുതുവസ്ത്രം ധരിക്കുന്ന സമയത്ത് ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാണ്. എന്താണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ ലക്കൽ ഹംദ്. എല്ലാവരും ഒന്ന് കൂടെ പിന്നെ ചൊല്ലുക കേട്ടോ, എല്ലാവരും ചൊല്ലുക. ഞാൻ മൈക്ക് ഓൺ ആക്കി തരുന്നില്ല, കാരണം എല്ലാവരും കൂടി ആകുമ്പോൾ ഒരു പിന്നെ ഡിസ്റ്റർബ് ആകുന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾ ചൊല്ലിയാൽ മതി, നിങ്ങൾ എൻ്റെ കൂടെ ചൊല്ലിയാൽ മതി. അല്ലാഹുമ്മ, എല്ലാരും പറയണ്ടല്ലോ അല്ലെ, അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത കസൗതനി. അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത കസൗതനി. അസ്അലുക أسألك من خيره وخير ما صنع له وأعوذ بك من شره وشر ما صنع له. ഇതൊക്കെ കൂടി കേൾക്കുമ്പോൾ നമ്മൾ പടച്ചോനെ എത്രങ്ങോനും വലുതാണെന്നുണ്ട്. ഇല്ല, ഇതിങ്ങനെ ചെറുതാക്കി വെച്ചിക്കാണ്. ശരിക്കും ഇങ്ങനെ നീട്ടിണ്ടാക്കുക ആകെ രണ്ട് വരി ഉണ്ടാവുള്ളൂ. എന്താണ് ഇതിലുള്ളത്? അല്ലാഹുമ്മ, അല്ലാഹുവേ, ലക്കൽ ഹംദ്, നിനക്കാകുന്നു സർവ്വസ്തുതി. അള്ളാഹിനോട് നമ്മൾ സ്തുതി പറയാണ്. നമുക്ക് പുതിയ കുപ്പായം കിട്ടിയിക്കല്ലേ, അപ്പൊ അൽഹംദുലില്ലാ അതാണ് പറയണേ. അൻത കസൗതനി, നീയാണ് എന്നെ ഈ വസ്ത്രം ധരിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ വിചാരിച്ചാലൊന്നും കിട്ടൂല, പടച്ചോൻ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ഡ്രസ്സ് കിട്ടുള്ളൂ. അല്ലേ നമുക്ക് ഡ്രസ്സ് തരണേ അല്ലേ? അള്ളാഹു വിചാരിക്കുമ്പോഴേ കിട്ടുള്ളൂ. അല്ലാതെ നമ്മളടുത്ത് പൈസ ഉണ്ട് അല്ലെങ്കിൽ ഇന്ന സൗകര്യങ്ങൾ ഉണ്ടല്ലോ, ഒന്നുമില്ല. അതൊക്കെ കിട്ടണമെങ്കിൽ പടച്ചോൻ വിചാരിക്കണം. കാരണം നമ്മൾ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് വരുമ്പോൾ ഒന്നുമില്ലാതെ വന്നേ അല്ലെ, ഒരു തുണിന്റെ കഷ്ണം പോലും ഇല്ല. പിന്നെ പടച്ചോൻ ഇങ്ങനെ തന്നതാ ഓരോ ഡ്രസ്സുകളൊക്കെ. ഇതൊക്കെ തന്നിട്ട് നമ്മൾ പറയണം അള്ളാഹു നീയാണ് എനിക്കിത് ധരിപ്പിച്ചിട്ടുള്ളത്. അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു, മിൻ ഖൈരിഹി വ ഖൈരി മാ സുനിഅലു, ദാ ഇത് ഞാൻ ധരിച്ചിട്ടുണ്ടല്ലോ, ഇതിന്റെ എല്ലാ ഖൈറും, ഇതിനെ തുടർന്നുണ്ടാകുന്ന ഖൈറും, ഇതിൽ നിന്നുണ്ടാകുന്ന മുഴുവൻ ഖൈറും ഞാൻ നിന്നോട് ചോദിക്കണം. വ അഊദു ബിക, ഞാൻ രക്ഷ ചോദിക്കുന്നു, മിൻ ശർരിഹി വ ശർരി മാ സുനിഅലു, ഇതിനെ തുടർന്നുണ്ടാകുന്ന അല്ലെങ്കിൽ ഇത് ഇട്ടിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, അതൊന്നൊക്കെ ഞാൻ രക്ഷ ചോദിക്കണം. കാരണം ചിലപ്പോൾ നമ്മൾ വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ ഈ വസ്ത്രം കത്തി പിടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ മരിക്കുക അല്ലെ, അങ്ങനെയൊക്കെ സംഭവിക്കാം. ഓരോരുത്തർക്ക് എങ്ങനെ സംഭവിക്കാതെ നമുക്ക് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കണം. ഇതാണ്
നമ്മൾ എന്ത് ചെയ്യണത്? ഈ ഒരു പ്രാർത്ഥനയിലൂടെ പഠിക്കുന്നത്. അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. രണ്ട് കാര്യങ്ങൾ 10 രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, പെരുന്നാളിന്റെ അന്ന് പ്രത്യേകം കുളിക്കുക, ആ നീയത്തോടു കൂടി തന്നെ കുളിക്കുക, അതിന് അള്ളാന്റെ അടുക്കൽ പ്രതിഫലമുണ്ട്. രണ്ടാമത്തെ കാര്യം, നല്ല വസ്ത്രം ധരിക്കുക. നല്ല വസ്ത്രം ധരിക്കുക എന്നത് ഒരു പുണ്യമായ കാര്യമാണ്. നല്ല വസ്ത്രം, ആ സമയത്തുള്ള പ്രാർത്ഥനയാണ് നമ്മൾ എണ്ണിയത്. ഇനി മൂന്നാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സുഗന്ധം പൂശുക എന്ന. സുഗന്ധം പൂശുക, അത്തർ പുരട്ടുക. ഇത് കേൾക്കുമ്പോ എന്താ ഈ പറയണത്? നമ്മൾ എല്ലാ ദിവസവും അത്തറൊക്കെ തേച്ചിട്ടുണ്ട്. സ്കൂളിൽ പോകുമ്പോഴും അത്തർ തേക്കാറുണ്ട്, മദ്രസക്ക് പോകുമ്പോഴും അത്തർ തേക്കാറുണ്ട്. പിന്നെ ഇപ്പൊ ഇതിൽ മാത്രം എന്താ ഇത്ര പ്രത്യേകത എന്ന് വിചാരിക്കും. എന്നാ കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാളിന്റെ അന്ന് പ്രത്യേകം അത്തർ പുരട്ടാൻ, സുഗന്ധം ഉപയോഗിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് വസ്ത്രമൊക്കെ ധരിച്ച്, അല്ല, കുളിയൊക്കെ കഴിഞ്ഞ് വസ്ത്രമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? പിന്നെ സുഗന്ധം പുരട്ടുക കേട്ടോ. അത് ഉമ്മാനോട് ചോദിക്കുക, അമ്മ ആ അത്തർ ഒന്ന് തരുമോ? അല്ലെങ്കിൽ വാപ്പാനോട് ചോദിക്കുക, വാപ്പ ആ സ്പ്രേ ഒന്ന് തരുമോ എന്ന് ചോദിച്ചിട്ട് എന്ത് ചെയ്യുക? അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ആരോടെങ്കിലും ഒക്കെ ചോദിച്ചിട്ട് ഉപയോഗിക്കുക. അപ്പൊ സുഗന്ധം പൂശുക എന്നത് നല്ല പുണ്യകരമായ കാര്യമാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് എഴുതിയാൽ മാത്രം പോരാ, നമ്മൾ ഉപ്പാനോട് പറയണം. വേഗത്തിൽ ഇങ്ങനെ പോകുമ്പോ ഈ സുഗന്ധം പൂശിയാൽ അതിനെന്തുണ്ട്? പുണ്യമുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കണം. അത് നമ്മൾ ചെയ്തണം, നമ്മളെ ഉമ്മാക്ക് പറഞ്ഞു കൊടുക്കണം. ഉമ്മ ഇത് പുരട്ടേണ്ട ആവശ്യമില്ല. സ്ത്രീകൾ എന്ത് ചെയ്യണ്ട? സുഗന്ധം പൂശിക്കൊണ്ടല്ല വരേണ്ടത്. അവിടെ പ്രത്യേകം മനസ്സിലാക്കുക, സ്ത്രീകൾ എന്ത് ചെയ്യാൻ പാടില്ല? പുറത്തു പോണ സമയത്ത് അവരിങ്ങനെ അവരുടെ ശരീരം, അവരുടെ സ്മെല്ല് പുറത്തേക്ക് വരുന്ന രൂപത്തിലുള്ള സുഗന്ധങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഉപയോഗിക്കാൻ പാടില്ല. പുരുഷന്മാർക്ക് പറ്റും. അപ്പൊ സ്ത്രീകളെ, അപ്പൊ നമുക്ക് ഇതൊന്നും പറ്റൂല? നിങ്ങൾക്ക് എല്ലാം പറ്റും. എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളെ ഭർത്താവിന്റെ അടുക്കൽ, അല്ലെ? കുട്ടികളാണ് ഇപ്പൊ ഇതിലുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഭർത്താക്കന്മാരുണ്ടാവില്ല. നിങ്ങളെ ഉമ്മ ഉപ്പാന്റെ അടുത്ത് പോണ സമയത്ത് എന്ത് ചെയ്യുക? അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്, സുഗന്ധം ഉപയോഗിക്കുക. ഓക്കെ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ചെറിയ കുട്ടികളൊന്നും ഉപയോഗിക്കണില്ല, എന്തില്ല, തെറ്റൊന്നുമില്ല. ഓക്കെ, സുഗന്ധം പൂശുക മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ കാര്യം എല്ലാവരും ഓക്കെ അല്ലേ? ആർക്കൊക്കെ ഉറക്കം വരുന്നുണ്ടോ? എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, റെഡി റെഡി റെഡി. എന്നാ ഇനി നാലാമത്തെ, കുറച്ച് വേഗത്തിൽ പോവുകയാണേ. ഭക്ഷണം കഴിക്കാതിരിക്കുക. ഭക്ഷണം കഴിക്കാതിരിക്കുക. എപ്പോഴും നമ്മൾ എന്താ പറയാ? ഭക്ഷണം കഴിക്കണം എന്നല്ലേ പറയാ? ഇത് ഭക്ഷണം കഴിക്കാതിരിക്കണം എന്നാ. എന്താ നോക്കിക്കോളെ, ഭക്ഷണം കഴിക്കാതിരിക്കുക. ഭക്ഷണം കഴിക്കാതിരിക്കുക. മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. പെരുന്നാളിന്റെ പുണ്യങ്ങളാണ് നമ്മൾ പറയണത്. പെരുന്നാളിൽ നമുക്ക് കിട്ടുന്ന ഒരുപാട് പുണ്യങ്ങൾ, അതിലൊന്നാണ് നമ്മൾ എന്ത് ചെയ്യണം? കുളിക്കുക എന്നത്. രണ്ടാമത്തത് നല്ല വസ്ത്രം ധരിക്കുക എന്നത്. മൂന്നാമത്തത് സുഗന്ധം ഉപയോഗിക്കുക എന്നത്. നാലാമത്തത് ഭക്ഷണം കഴിക്കാതിരിക്കുക. ഇവിടെയാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യം. ചെറിയ പെരുന്നാളും ബലി പെരുന്നാളും തമ്മിലുള്ള വ്യത്യാസത്തിൽപ്പെട്ടതാണിത്. നമ്മൾ ചെറിയ പെരുന്നാളിനാണ് പോകുന്നതെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടാണ് പോകേണ്ടത്. കാരണം ഏകദേശം ഒരു 30 ദിവസത്തോളം, ഒരു മാസത്തോളം നമ്മൾ എന്ത് ചെയ്യാണ്? ഭക്ഷണം കഴിക്കാതെ നോമ്പെടുത്തു. എന്നാൽ പെരുന്നാളിന് പോകുമ്പോൾ നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കണം, കഴിച്ചിട്ടാണ് പോകേണ്ടത്. അതാണ് സുന്നത്ത്. അത് കൂലി കിട്ടുന്ന കാര്യമാണ്, ഭക്ഷണം കഴിച്ചാലും കൂലി. എന്നാൽ ബലി പെരുന്നാളിനെ സംബന്ധിച്ചിടത്തോളം രാവിലെ ഈദ്ഗാഹിന് പോകുമ്പോ ഭക്ഷണം കഴിക്കാതെ പോകലാണ് സുന്നത്ത്. ഭക്ഷണം കഴിക്കാതെ പോകല സുന്നത്ത്. ചെറിയ പെരുന്നാളാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് പോകുക. അപ്പൊ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഏതാ? 2 ദിവസം കഴിഞ്ഞാൽ വരാനുള്ളത് ഏതാ? ബലി പെരുന്നാളാണ്. അപ്പൊ ബലി പെരുന്നാളിന്റെ സമയത്ത് ഭക്ഷണം കഴിക്കാതെയാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ പോകേണ്ടത്. ഇനി ഒരാൾ ഭക്ഷണം കഴിച്ചില്ല ആകെ തല കറങ്ങുന്നുണ്ടെങ്കിൽ ഓൻ കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. അല്ലാതെ പിന്നെ ആകെ തല ഇറങ്ങി പിന്നെ ഓനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റൂല. ഓക്കെ, അപ്പൊ അത് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഓക്കെ ആണല്ലോ? ലാസ്റ്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ലാസ്റ്റ് ചോദിക്കേ, നമ്മൾ കുറച്ചിങ്ങനെ പറഞ്ഞു പോവുകയാണ്. റെഡി? ചായ കുടിക്കാൻ പറ്റുമോ? ചായ കുടിക്കണ തെറ്റാണെന്നല്ല പറയണത്. നമ്മൾ കഴിയുന്നതും ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ പോകലാണ് നല്ലത്. ഭക്ഷണം എന്ന നിലയ്ക്ക് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ഒഴിവാക്കിയിട്ട് പോവുക. വേണമെങ്കിൽ അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കുടിച്ചു ഇതിന് കുഴപ്പമൊന്നുമില്ല. അതല്ലാതെ നമ്മൾ എന്ത് ചെയ്യുക? കാര്യമായിട്ട് നമ്മൾ വയറിലേക്ക് വിശപ്പ് മാറാൻ വേണ്ടിയിട്ട് കഴിക്കണുണ്ടല്ലോ, അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
പിന്നെ ഈദ് നമസ്കാരം കഴിഞ്ഞ് ബലിയറുത്ത് ആ ബലിയുടെ മാംസവുമായിട്ടാണ് എന്ത് ചെയ്തത് നബി കഴിച്ചിരുന്നത് എന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, പിന്നെ ഭക്ഷണം കഴിക്കാതെ പോയി പിന്നെ ഈദ് നമസ്കാരം കഴിഞ്ഞ് പെരുന്നാൾ നിസ്കാരവും അതേപോലെ തന്നെ ഖുതുബയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കഴിക്കലാണ് സുന്നത്തായ കാര്യം. കൂലി കിട്ടണ കാര്യം അങ്ങനെയാണ്. ഓക്കെ, റെഡി. ഇനി അഞ്ചാമത്തെ കാര്യമാണ് തക്ബീർ ചൊല്ലുക എന്നുള്ളത്. വേഗം എഴുതിക്കോ, തക്ബീർ ചൊല്ലുക, തക്ബീർ ചൊല്ലി. തക്ബീർ ചൊല്ലുക നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള കാര്യമാണ് തക്ബീർ, അല്ലെ? രണ്ട് രൂപത്തിൽ തക്ബീറുകളുണ്ട്. ഇപ്പൊ നമ്മളിങ്ങനെ നാട്ടിലിങ്ങനെ പെരുന്നാളായി തന്നെ അറിയപ്പെടാം, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലെ, കേട്ടില്ലേ? ഇതിങ്ങനെ കേൾക്കുമ്പോൾ തന്നെ സമാധാനായി, പെരുന്നാളായി, അല്ലേ? ആ ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സമാധാനം. ഇത് വേറെയും അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അങ്ങനെ കൂടുതൽ 3 തവണ അല്ലാതെ 2 തവണ വന്നതും ഉണ്ട്. ഇനി അല്ലാതെ വേറെയും തക്ബീറുകളുണ്ട്. ഇതൊക്കെ നമുക്ക് എന്താ ചെയ്യാം, ചൊല്ലാൻ പറ്റും. ഇനി എപ്പോഴാണ് ഇത് ചൊല്ലേണ്ടത്? ശരിക്കതാ ഈ ദിവസങ്ങളിലൊക്കെ ചൊല്ലാന്നാണ്. അപ്പൊ ദുൽഹിജ്ജ 1 മുതലേ ചൊല്ലാം. ചില സഹാബിമാരൊക്കെ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒക്കെ ഈ ദിവസങ്ങൾ, ഇപ്പൊ നമ്മൾ ഉള്ള ദിവസങ്ങളുണ്ടല്ലോ, ഈ ദുൽഹിജ്ജ ദിവസങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ തുടക്കത്തിൽ ഒരിങ്ങനെ അങ്ങാടിക്കോ. എന്തിനാ അങ്ങാടിക്കോണ്? പൊതുവെ അങ്ങാടിക്കോണ സാധനങ്ങൾ വാങ്ങാനോ വിൽക്കാനോ ഒക്കെയാണ്. എന്നാൽ ഇത് രണ്ടിനും അല്ല പോവുക. പോണ എന്തിനാണെന്നറിയോ? ഒരു ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് തെക്കുബീർ ചൊല്ലിക്കൂടി ഓരോന്നിട്ട് ഉറക്കം ചെന്നിട്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നിട്ട് ചൊല്ലും. അപ്പൊ അല്ല, അല്ലാഹ് ഇത് മറന്നിക്കാണല്ലോ, എല്ലാവരും ചൊല്ലാൻ തുടങ്ങും, അല്ലെ? അങ്ങനെ ചൊല്ല, കുഴപ്പമില്ല. ഇനി അതിനും വേണ്ടിയിട്ട് നമ്മൾ ഇനി എല്ലാവരും നാളെ തന്നെ രാവിലെ പിന്നെ അങ്ങാടി പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നമ്മുടെ വീട്ടിലാണെങ്കിലും എന്ത് ചെയ്യുക, ചൊല്ലുക. ഈ ദിവസങ്ങളൊക്കെ ചൊല്ലാം. നമ്മളെപ്പോഴും തെക്കുബീർ ഇങ്ങനെ ചൊല്ലാം. അത് ഉറക്ക ചൊല്ലണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ ഉറക്ക ചൊല്ലുക, ബാക്കിയുള്ളടത്തൊക്കെ നമ്മൾ മെല്ലെ ചൊല്ലുക. കാരണം നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ എന്ത് ചെയ്യൂല, അങ്ങനെ എല്ലാവർക്കും ചിലപ്പോൾ ആ ഒരു പിന്നെ ഇതിന്റെ ഒരു ഫളില് മനസ്സിലാക്കണം എന്നില്ല കേട്ടോ. അതിനെ വളരെ മോശമായിട്ട് കാണുന്ന ആളുകളുണ്ടാവും. നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കണ്ട. നമുക്ക് ചൊല്ലാനുള്ളത് എന്ത് ചെയ്യുക, അള്ളാഹിന്റെ അടുത്ത് കൂലി പ്രതീക്ഷിച്ചിട്ട് നമ്മൾ ചൊല്ലുകയും ചെയ്യാം. ഓക്കെ, ഇത് പ്രത്യേകം സുന്നത്തുള്ള ഒരു സമയമാണ് പെരുന്നാളിന്റെ തലേ ദിവസം. പെരുന്നാളിന്റെ തലേ ദിവസം, അതായത് നിങ്ങളുടെ നാട്ടിൽ പെരുന്നാള് ശനിയാഴ്ചയാണെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ മുതലേ ഇത് ചൊല്ലാം. വെള്ളിയാഴ്ച രാവിലെ മുതലേ ചൊല്ലാം. വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ഇത്രയും സമയം എന്ത് ചെയ്യുക, ചൊല്ലാം. ഓക്കെ, വെള്ളി ചൊല്ലുക, പിന്നെ ശനി, ഞായർ, തിങ്കൾ, അങ്ങനെ ചൊവ്വാഴ്ച അല്ല, പിന്നെ തിങ്കളാഴ്ച വൈകുന്നേരം അസർ നമസ്കാരം വരെ ചൊല്ലാം. ഇനി ചില സ്ഥലങ്ങളിൽ വെള്ളിയാഴ്ചയാണ് പെരുന്നാളെങ്കിൽ, ഇപ്പൊ ഗൾഫിലുള്ള കുട്ടികളുണ്ടെങ്കിൽ, നിങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ ഗൾഫിലൊക്കെ വെള്ളിയാഴ്ചയാണ് പെരുന്നാളെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വ്യാഴാഴ്ച മുതൽ തന്നെ ചൊല്ലുക, മറ്റന്നാ മുതൽ ചൊല്ലുക, മറ്റന്നാ മുതൽ ചൊല്ലുക. എന്നിട്ട് ഞായറാഴ്ച അസർ നമസ്കാരം വരെ ചൊല്ലാം. നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് പ്രത്യേകം സുന്നത്തുള്ള സമയമാണ്, പ്രത്യേകം സുന്നത്തുള്ള സമയം. അപ്പൊ അതെപ്പോഴും, പ്രത്യേകിച്ച് നിസ്കാരം കഴിഞ്ഞാലൊക്കെ എന്ത് ചെയ്യണം, ഇതിങ്ങനെ ചൊല്ലണം. ഓക്കെ, മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമ്മൾ കുറച്ച് വേഗത്തിലാക്കുകയാണെ. 5 കാര്യങ്ങൾ പറഞ്ഞു. ഇനി ആറാമത്തെ കാര്യം. ആറാമത്തെ കാര്യമാണ് ഈദ്ഗാഹുകളിലേക്ക് നേരത്തെ പോകുക. ഈദ്ഗാഹിലേക്ക് നേരത്തെ പോകുക. ഈദ്ഗാഹ്, ഈദ്ഗാഹുകളിലേക്ക് നേരത്തെ പോകുക. ഈദ്ഗാഹുകളിലേക്ക് നേരത്തെ പോകുക. ഈദ്ഗാഹുകളിലേക്ക് നേരത്തെ പോകുക. എന്താണ് ഈദ്ഗാഹ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം, അല്ലെ? നമ്മൾ പൊതുവെ പെരുന്നാൾ നമസ്കരിക്കുമ്പോൾ പെരുന്നാൾ നമസ്കരിക്കാനായിട്ടൊരു സ്ഥലമുണ്ട്. അത് പൊതുവെ പള്ളിയിലല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതൊക്കെ ഇങ്ങനെയുള്ള ഈദ്ഗാഹുകളിലാണ്. മുസല്ല എന്നാണ് അതിന് പറയാം, മുസല്ല.
അപ്പൊ അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വരണം, എല്ലാവരും വരണം. എല്ലാവരും വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളാവട്ടെ, മുതിർന്നവരാവട്ടെ, ഇനി പള്ളിയിലേക്ക് കയറാൻ പറ്റാത്ത ഈ മെൻസസ് ഒക്കെ ഉള്ള സ്ത്രീകൾ ഉണ്ടാകും, ഓരാണെങ്കിൽ പോലും ഹൈലുകാരി അടക്കം അവിടെ വരണം എന്നാ. എല്ലാവരും അവിടെ വരണം, ആ ഈദ്ഗാഹിൽ വരണം. പക്ഷെ അവർ നിസ്കരിക്കേണ്ട ആവശ്യമില്ല, നിസ്കരിക്കേണ്ട ആളുകൾ മാത്രം നിസ്കരിക്കുക. അതായത് ഈ നിസ്കരിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും, ഒരു നിസ്കരിക്കണ്ട, അല്ലാത്തവരൊക്കെ നിസ്കരിക്കാം. അത്രയും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു നാട്ടിൽ മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാ മുസ്ലിങ്ങളും ഒന്നിക്കുന്ന സ്ഥലമാണ് ഈദ്ഗാഹ്. അവിടേക്ക് നേരത്തെ പോകലാണ്. ചില ആൾക്കാരുണ്ട് ലാസ്റ്റ് ടൈമിലേക്ക് എത്തിക്കും, മെല്ലെ 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 എന്നാക്കിയിട്ട് അവിടെ ഇങ്ങനെ ആ തെക്കുബീർ കൊട്ടുമ്പോൾ ആൾക്കാർ ഓടി വന്നിട്ട് കുറച്ചു എവിടെ പൊതുടുക്കുക അതെടുക്കുക എന്നൊക്കെ പറഞ്ഞിങ്ങനെ. നമ്മൾ അതിൽ പലപ്പോഴും അതിന്റെ കാരണം നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ പോലത്തെ ആൾക്കാരാണ്. ആരായി ആരാന്നറിയും? കുട്ടികൾ ഇങ്ങനെ നേരം വൈകിക്കും. രക്ഷിതാവ് നേരത്തെ നീച്ചാലും കുട്ടി ഇങ്ങനെ നീക്കുമ്പോ കുറച്ചേരം കൂടി കിടക്കട്ടെ, കുറച്ചേരം കൂടി കിടക്കട്ടെ എന്നിട്ട് ചെയ്യും. പിന്നെ അവിടെ തിരിഞ്ഞ് നടക്കും. ബാത്റൂമിൽ പോയാൽ അവിടെ കുറെ നേരം ഉറങ്ങിയിരിക്കും. അല്ലെങ്കിൽ പിന്നെ കുളിക്കാൻ പോയി കഴിഞ്ഞാൽ ഷവറിന്റെ ചോട്ടിലും പോയി ഉറങ്ങും. ഇങ്ങനത്തെ കുറെ ടീം ഉണ്ടാവും അല്ലേ? അപ്പൊ അത് പറ്റൂല. നമ്മൾ നേരത്തെ പോകും. നമ്മൾ ഉമ്മാനോട് പറയാം, എന്റെ കഴിഞ്ഞിക്കണെല്ലാം, ഞാൻ അതാ നേരത്തെ കുളിച്ചിക്കണു, നേരത്തെ ബാത്റൂം പോയിക്കണ്, ഞാൻ നേരത്തെ ഡ്രസ്സ് ഇട്ടിക്കണം, ഒക്കെ കഴിഞ്ഞു. ഇനി ഉമ്മ നിങ്ങളെ വേഗം ആയിക്കോളെ, വാപ്പ വേഗം നിങ്ങളെ കഴിഞ്ഞോളി, കാരണം ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് നേരത്തെ പോകണമെന്ന് പറഞ്ഞു. അതാണ് അതിലൊരു സുന്നത്ത്. നേരത്തെ പള്ളി പോവുക, നേരത്തെ ഈദ്ഗാഹിലേക്ക് പോവുക. ഇനി ഈ ഈദ്ഗാഹിലേക്ക് തന്നെ നടന്നു പോകലാണ് നല്ലത്. നടന്നു പോകുക പറഞ്ഞാൽ കുറേ ദൂരാണെങ്കിൽ ഇവിടുന്ന് അങ്ങനെ നടന്ന് അവസാനം വിയർത്തൊലിച്ച് അവിടെ എത്തുക, അതിന്റെ ആവശ്യമല്ല. അടുത്തൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ നടന്നു പോകാം. അതല്ല ദൂരത്താണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വാഹനത്തിൽ പോകാം, അതിന് കുഴപ്പമില്ല. ഓക്കെ. അതേപോലെ തന്നെ ഒരു വഴിയിലൂടെ പോകുക, മറ്റൊരു വഴിയിലൂടെ വരിക. എന്തിന്? ആളുകളെ കൂടുതൽ കാണുക, എന്നിട്ട് എല്ലാവരോടും ഈദ് മുബാറക്ക് പറയുക, അല്ലെങ്കിൽ തഖബ്ബൽ അല്ലാഹു മിന്നാ വമിൻകും പറയുക. അങ്ങനെ ആളുകളെ കൂടുതൽ കാണുക എന്ന ഉദ്ദേശത്തിലാണെങ്കിൽ ഒരു വഴിയിലൂടെ പോയി മറ്റേ വഴിയിലൂടെ വരാം. അല്ല ആരോടും ഒന്നും ഉണ്ടാത്ത മനുഷ്യനാണെങ്കിൽ ഓനെ ഒരു വഴിയിലൂടെ പോയിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ എല്ലാവരോടും എന്ത് ചെയ്യുക, വർത്താനം പറയാ എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്. ആ ഒരു പിന്നെ പരസ്പരം പ്രാർത്ഥനകൾക്കൊക്കെ നടത്തുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. 6 കാര്യങ്ങൾ എഴുതിയോ? എല്ലാരും എഴുതിക്കഴിഞ്ഞോ? യെസ്, അവ്വാ എഴുതിക്കഴിഞ്ഞു, മാഷാ അല്ലാഹ്. പിന്നെ ബാക്കി എല്ലാവരും എഴുതി അല്ലേ? ഓക്കെ ഓക്കെ, എഴുതി റെഡി. ഓക്കെ റേ. ഇനി 7ാമത്തെ കാര്യമാണ് പെരുന്നാൾ നമസ്കാരം എന്നുള്ളത്. പെരുന്നാൾ നിസ്കാരം കണ്ടോ, ഒരു നിങ്ങളെ പോലത്തെ ഒരു കുട്ടി അതാ നിസ്കരിക്കുന്നുണ്ട് അവിടെ അല്ലേ? പെരുന്നാൾ നിസ്കാരം. പെരുന്നാൾ നിസ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 2 റക്അത്താണ് പെരുന്നാൾ നമസ്കാരം. പക്ഷേ 1ാമത്തെ റക്അത്തിൽ തന്നെ കുറേ തക്ബീർ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലെ, എങ്ങനെ എന്ത് ചെയ്യും, ഒരു 7 തക്ബീർ ഉണ്ടാവും അല്ലെ. 2ാമത്തേല് ഒരു 5 തക്ബീർ ഉണ്ടാവും. ഇങ്ങനെയാണ് പെരുന്നാൾ നമസ്കാരം ഉണ്ടാകുക. അത് കഴിഞ്ഞ് അതിലാണ് എന്ത് ചെയ്യണം, അതിൽ നമ്മൾ പങ്കെടുക്കുകയാണ് വേണ്ടത്. അത് 7 മണിക്കാണ് പെരുന്നാൾ നമസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മളൊരു നേരത്തെ തന്നെ അവിടെ എത്തണം, നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് അവിടെ എത്തണം. അതാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. പെരുന്നാൾ നമസ്കാരം എല്ലാവർക്കും അറിയാം, നമ്മളെ മദ്രസയിലൊക്കെ അത് പഠിപ്പിക്കുന്നുണ്ട്, എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കും. എല്ലാവരും നിസ്കരിച്ചിട്ടുണ്ടല്ലോ അല്ലേ? പെരുന്നാൾ നിസ്കരിച്ചിട്ടില്ലേ? സാധാരണ നിസ്കാരം അല്ല അത്, ചില വ്യത്യാസങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ തക്ബീർ ഇങ്ങനെ പ്രത്യേകം ചൊല്ലുന്ന നിസ്കാരങ്ങളാണ്. അപ്പൊ അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യണം, ഈദ്ഗാഹിൽ വെച്ചിട്ടാണ് നിസ്കരിക്കേണ്ടത്. അതാണ് പ്രത്യേകം പുണ്യമുള്ള കാര്യമായിട്ട് എണ്ണിയിട്ടുള്ളത്. ഓക്കെ, റെഡി. ഇനിയോ 8ാമത്തെ കാര്യം. സ്പീഡ് കൂടൊന്നുമില്ലല്ലോ മക്കളെ, സ്പീഡൊന്നുമില്ലല്ലോ, പോരെ? ഇങ്ങനെ പോയ പോരെ? അങ്ങനെ നിസ്കാരത്തിന്റെ ടൈം ഏകദേശം ആകാനായി, അതുകൊണ്ടാണ് കുറച്ച് വേഗത്തിലാക്കണേ. 8ാമത്തെ കാര്യമാണ് പെരുന്നാൾ നമസ്കാരാനന്തരമുള്ള ഖുതുബ ശ്രവിക്കുക. അതന്നെ, പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ ഒരു ഖുതുബക്ക് വേണ്ടിയിട്ട് ഇമാം എണീറ്റിക്കും. അപ്പോഴാണ് നമ്മൾ വേഗം ചായ എന്താ, ചായയാണോ കോഫിയാണോ, ലഡു ഇല്ലേ ജിലേബി ഇല്ലേ എന്ന് വെച്ച് നടക്കണേ. അത് ചെയ്യാൻ പാടില്ല. ഏയ്, അവിടെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആ ഖുതുബ കേൾക്കുക വേണ്ടേ. ചില ആൾക്കാരെ ധാരണ തരാം നിസ്കാരത്തിന് മാത്രമാണ് നമ്മൾ ചെല്ലണേന്ന. പെരുന്നാൾ നിസ്കാരം മാത്രമല്ല, ഖുതുബ കൂടിയുണ്ട്, അതും കേൾക്കണം. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ ആരാണോ നിസ്കരിച്ചിരുന്ന, അല്ലെങ്കിൽ ഖത്തീബ് ഉണ്ടാകും അവിടെ, ആ ഖത്തീബ് എഴുന്നേറ്റ് നിന്നിട്ട് എന്ത് ചെയ്യും, ഒരു പ്രസംഗം നടത്തും. ആ പ്രസംഗം നമ്മൾ കേൾക്കണം. ആ സമയത്ത് വേഗം ചായ എടുക്കാൻ വേണ്ടി ഓടാൻ പാടില്ല. ഖുതുബ നടക്കണതിന്റെ ഇടയിൽ പോയിട്ട് വേഗം എനിക്ക് ലഡു തരുമോ എന്ന് ചോദിക്കാൻ പാടില്ല, എനിക്ക് മുട്ടായി തരുമോ എന്ന് ചോദിക്കാൻ പാടില്ല, ചോക്ലേറ്റ് എന്താ കിട്ടാത്തത് ചോദിക്കാൻ പാടില്ല. അതൊക്കെ നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടും.
ഓക്കെ. അത് നമ്മൾ നേരത്തെ പോയിട്ട് നമ്മളെ പെരുന്നാളിൽ ഒരു കുത്തുബയും കേൾക്കാതെ ഇങ്ങനെ തിന്ന് നടക്കുന്ന ആൾക്കാർ, അത് ശരിയല്ല ട്ടോ. അത് നല്ല കുട്ടികളുടെ സ്വഭാവമല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണോ പെരുന്നാൾ കുത്തുബക്ക് പോണത് അവിടെ നമ്മൾ കുത്തുബ നേരെ കേട്ടിരിക്കുക. എന്നിട്ട് കുത്തുബ കഴിഞ്ഞിട്ട് നമ്മൾ ഉമ്മാനോടൊക്കെ പറഞ്ഞു കൊടുക്കണം. ഉമ്മ, പിന്നെ ഇന്നത്തെ ആ ഒരു കുത്തുബ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, അതിൽ ആ ഒരു ചരിത്രം ഉണ്ടല്ലോ അത് ഞാൻ കേട്ടിട്ടുണ്ട് ഇതിനു മുമ്പ്, അതേപോലെ വേറൊരു ചരിത്രം കൂടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മാക്ക് അത് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ വാപ്പാനോട് ചോദിക്കണം അതിനെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ. മനസ്സിലാവുണ്ടോ? അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് നമ്മളെ മദ്രസയിലുള്ള കുട്ടികളോട് നിങ്ങൾ ഈ തവണ പെരുന്നാൾ കഴിഞ്ഞിട്ട് നമ്മുടെ ക്ലാസ് ഒക്കെ തുടങ്ങുമ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ക്ലാസ്സിൽ വന്നിട്ട് ചോദിക്കും നിങ്ങൾ എന്തൊക്കെയാണ് ആ പെരുന്നാൾ ഖുത്ബക്ക് കേട്ടേന്ന്. ചോദിച്ചൂടെ? എല്ലാവരും റെഡി അല്ലേ? ആ, നല്ല കുട്ടികളാണ്. നല്ല കുട്ടികളെല്ലാവരും എന്ത് ചെയ്യും, കേട്ട് മുഴുവൻ ശ്രദ്ധിച്ചിരിക്കും. പിന്നെ നിങ്ങൾ ഉമ്മാനോടൊക്കെ എന്ത് ചെയ്യുക, അതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ. അപ്പൊ അത് മറക്കരുതേ. കാരണം നിങ്ങൾ അത് പഠിക്കണം, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, ആ പഠനത്തിലൂടെയാണ് നമ്മളിങ്ങനെ കേട്ടിട്ടാണ് എന്ത് ചെയ്യുക കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാം. അല്ലാതെ നമ്മൾ ചായ ഇട്ടാത്തോരെ മോർക്ക് എന്ത് ചെയ്യരുത്, നിൽക്കരുത്. ഓക്കെ, റെഡി. 8 കാര്യങ്ങളായി. ഇനി ഒമ്പതാമത്തെ കാര്യമാണ് പെരുന്നാൾ സുദിനത്തിൽ പരസ്പരം ആശംസകൾ നേരുക. പരസ്പരം ആശംസകൾ അല്ലെ. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് ഖുതുബയും കഴിഞ്ഞ് എല്ലാവരും എണീറ്റിട്ട് പോയിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ മുസാഫാത്ത് നടത്തും അല്ലെ, കെട്ടിപ്പിടിച്ച്. പിന്നെ നമ്മൾ പറയും തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. തഖബ്ബലല്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ, മിന്ന എന്നിൽ നിന്നും, വമിൻകും നിങ്ങളിൽ നിന്നും, എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നൊക്കെ. അതായത് നമ്മളിപ്പോ ഈ ദിവസങ്ങളൊക്കെ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട് അല്ലെ. ഈ ദിവസങ്ങളിലൊക്കെ നിസ്കരിക്കുന്നുണ്ട്, അതേപോലെ തന്നെ നോമ്പെടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ സ്വതക്ക കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ നന്മകൾ ചെയ്യുന്നുണ്ട്. എന്തെല്ലാം നന്മകൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ, എന്റേതും സ്വീകരിക്കട്ടെ, നിങ്ങളതും സ്വീകരിക്കട്ടെ, ഇങ്ങനെ പറയാം. അപ്പൊ അതെന്ത് ചെയ്യണം, ഈ പ്രാർത്ഥനകൾ പഠിക്കണം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. ഇതാണ് ആ പ്രാർത്ഥന. എല്ലാവർക്കും അറിയോ ഈ പ്രാർത്ഥന? എല്ലാവർക്കും അറിയാം? മക്കൾ പഠിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്? എല്ലാവരും പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. കുറെ ആൾക്കാർക്ക് അറിയാം അല്ലെ? യെസ് യെസ് യെസ്. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ പ്രാർത്ഥന പഠിക്കണം. ഇനി ഇത് അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ, ഇതൊന്നും അറിയാത്തവരാണെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ഈദ് മുബാറക്ക് എന്നൊക്കെ പറയാം കേട്ടോ. കഴിയുന്നതും ഈ പ്രാർത്ഥനയാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. ഇതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ പിന്നെ ഈദ് മുബാറക്ക് എന്നൊക്കെ പറയാം. പിന്നെ അവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ഈ പെരുന്നാളിന്റെ അന്ന് ആശംസ കൈമാറായി കെട്ടിപ്പിടിക്കുക, കൈ കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ വാപ്പ, ഉമ്മ, ജ്യേഷ്ഠൻ, അനിയൻ, അനിയത്തി ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ കെട്ടിപ്പിടിക്കാനും വെല്ലിമ്മി വെല്ലിപ്പൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ വേറെ ഏതെങ്കിലും ഒരാളെടുത്ത് പോയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, വേറെ ആണുങ്ങൾ പെണ്ണുങ്ങളെടുത്ത് പോയിട്ട് വേറെ ഏതോ പെണ്ണിനെ പോയി കെട്ടിപ്പിടിച്ചിട്ട് തഖബ്ബലല്ലാഹു മിന്നാ മിൻകും എന്ന് പറയാൻ പാടില്ല. അതേപോലെ പെൺകുട്ടികൾ വേറെ ഏതെങ്കിലും ഒരു ആണിന്റെ അടുത്ത് പോയിട്ട് പിന്നെ തഖബ്ബലല്ലാഹ്, പിന്നെ ഈ കെട്ടിപ്പിടുത്തൊന്നും നിർത്താൻ പാടില്ല. അവിടെ പറയാം നമുക്ക് തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും പറയാം, വാക്കുകൊണ്ട് പറയാം. അല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, കൈ കൊടുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അങ്ങനെ കെട്ടിപ്പിടിക്കുക എന്നുള്ളത് എന്തല്ല, പാടില്ലാത്ത കാര്യമാണ്. നമ്മളെ വേണ്ടപ്പെട്ട ആളുകളുടെ അടുത്ത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അത്രയും ഫ്രീ ആയിട്ട് ഇരിക്കാൻ പാടുള്ളൂ. അല്ലാതെ എല്ലാവരുടെ അടുത്തും പോയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യേണ്ടതില്ല. ഓക്കെ. ആണിനെ പോയി കെട്ടിപ്പിടിക്കണതിന് കുഴപ്പമില്ല, പെണ്ണിനെ പോയി കെട്ടിപ്പിടിക്കണതിന് കുഴപ്പമില്ല. അതല്ലാതെ വേറെയുള്ള ആളുകളെടുത്ത് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ പോകാൻ പാടില്ല. നിങ്ങൾക്ക് അറിയാതൊക്കെ ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണ തന്നെയാണ്. എന്നാലും ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഓക്കെ. എന്നാൽ ഇനി 9 കാര്യങ്ങൾ പറഞ്ഞ് 10ാമത്തെ കാര്യത്തിലേക്ക് വരിക കേട്ടോ. 10ാമത്തെ വിഷയമാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ദാനധർമ്മം ചെയ്യുക. നമ്മൾ പിന്നെ നോമ്പിനല്ലേ ദാനധർമ്മം ചെയ്യുക? ഇതാണ് പല ആൾക്കാരും വിചാരിക്കുക. അല്ല, നോമ്പിനുണ്ട്. പ്രത്യേക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് പെരുന്നാളിന്റെ അന്ന് ദാനം ചെയ്യുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് ഖുതുബ നടത്തിയിട്ട് ആളുകളോട് പ്രത്യേകം ധർമ്മം ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഓരോ അടുത്തും ചെന്നിട്ട് നബിന്റെ കയ്യിലുള്ള ഒരു തട്ടം ബിലാൽ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പിടിക്കും. ഓരോരുത്തരോട് എന്ത് ചെയ്യും, നമ്മുടെ മുന്നിൽ കൊണ്ട് ഇങ്ങനെ വരാറുണ്ടല്ലോ എന്തെങ്കിലും സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ നബി ഇങ്ങനെ ചെല്ലുമ്പോൾ ഓരോരുത്തരും അവരുടെ കയ്യിലുള്ളതൊക്കെ നബിന്റെ കയ്യിൽ കൊടുക്കാറുണ്ട്. അത് നബിക്ക് വേണ്ടിയിട്ടല്ല, പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ഈ പെരുന്നാളിന്റെ അന്ന് ഞാൻ എന്തെങ്കിലും ഒരു സഹായം ചെയ്യും. നമുക്ക് ചിലപ്പോൾ പെരുന്നാളിന്റെ അന്ന് നമ്മളെ വാപ്പ എന്ത് ചെയ്തിട്ടുണ്ടാകും, ഒരു 50 റുപ്യ തന്നു, അല്ലെങ്കിൽ ഒരു 10 റുപ്യ തന്നു, അല്ലെങ്കിൽ ഒരു 100 റുപ്യ തന്നു എന്ന് വിചാരിച്ചോ.
അത് മുഴുവൻ കൊടുക്കണം എന്നല്ല, അതിന് കുറച്ചെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പാവങ്ങൾ കൊടുക്കാം. അപ്പൊ നമ്മൾ തീരുമാനിക്കണം, ഇന്ന് തീരുമാനിക്കണം. നമുക്ക് പെരുന്നാളിന്റെ അന്ന് നമ്മൾ പോകുമ്പോൾ പുതിയ ഡ്രസ്സൊക്കെ ഉണ്ട് കൂട്ടത്തിൽ, നമ്മളെ പോക്കറ്റിൽ എന്ത് ചെയ്യുക, നമ്മളെ കയ്യിൽ എത്രയാണുള്ളത് അതിന്റെ ഒരു സംഖ്യ എടുക്കാം. 10 റുപ്യ ആണെങ്കിൽ 10 റുപ്യ, അല്ല 50 കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 50 കൊടുക്കുക, അല്ല 100 കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 100 കൊടുക്കുക, അല്ല 500 കൊടുക്കാൻ പറ്റുന്ന 500 കൊടുക്കുക. അത് നമ്മൾ എവിടെയാണോ കുത്തുബക്ക് പോണേ അവിടെ നമ്മൾ കൊടുക്കുക. ഇനി അല്ല അവിടെ ഏതെങ്കിലും പാവങ്ങളുണ്ടോ ആ പാവങ്ങൾ കൊടുക്കുക. നമ്മൾ ആ ധർമ്മം ചെയ്താൽ ഒരുപാട് പ്രതിഫലം കിട്ടും. അത് നമ്മൾ ചെയ്യണം. അതോടൊപ്പം ഉപ്പാനോടും പറഞ്ഞു കൊടുക്കണം, ഉമ്മാനോടും പറഞ്ഞു കൊടുക്കണം. ഉമ്മ നിങ്ങൾ ഒരു 10 റുപ്യെങ്കിലും കയ്യിൽ വെച്ചോടി, അങ്ങനെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അന്നത്തെ ദിവസം ഇങ്ങനെ കൊടുക്കുന്നത് വലിയ പുണ്യം കിട്ടുന്ന കാര്യമാണ്. അങ്ങനെ നിങ്ങളെ പള്ളിയിൽ നിങ്ങൾ എവിടെയാണോ പോണത് ആ പള്ളിയിലാണെങ്കിൽ പള്ളിയിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഈദ്ഗാഹിലേക്കാണെങ്കിൽ ഈദ്ഗാഹ്, എങ്ങനെയാണോ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റണം അവിടെ. ഇനി അല്ല അവിടെ വല്ല പാവങ്ങളുണ്ടെങ്കിൽ ആ പാവങ്ങൾ കൊടുക്കുക, കുടുംബത്തിൽ പാവങ്ങളുണ്ടെന്ന് ഓർക്ക് കൊടുക്കുക. ആർക്കെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ ഒരു 10 രൂപയോ 20 രൂപയോ 50 രൂപയോ 100 രൂപയോ എത്രയാണോ കഴിയണത് അത് നമ്മൾ കൊടുക്കുക. ഇത് ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കുക. എൻ്റെ ഈ സംസാരം കേൾക്കുന്ന ഉമ്മമാരും ഉപ്പമാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കഴിയുമെങ്കിൽ നമ്മുടെ മക്കളോട് ആ പേര് പറഞ്ഞിട്ട് തന്നെ ഇത് പിന്നെ ഉസ്താദ് അന്ന് പറഞ്ഞില്ലേ അതിന്റെ പൈസയാണ്, എൻ്റെ കുട്ടി ഇന്ന ആൾക്ക് കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അത് പള്ളിയിൽ ആ പിന്നെ മുന്നിൽ ഇങ്ങനെ വരുന്ന സമയത്ത് അതിൽ ഇട്ട് കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മക്കളെ നമ്മൾ ശീലിപ്പിക്കണം. ചെറുപ്പം തൊട്ടേ നമ്മുടെ മക്കൾ അങ്ങനെ ശീലിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് പിന്നെ നമുക്ക് ചെലവിന് തരിക എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മളെ ഒരു കാര്യത്തിന് വേണ്ടി പൈസ മുടക്കുക എന്നുള്ളത് അവർക്കൊരിക്കലും പ്രയാസം ഉണ്ടാവും, നമ്മളങ്ങനെ ശീലിപ്പിക്കുകയാണെങ്കിൽ. അതല്ല നമ്മൾ ആർക്കും ഒന്നും കൊടുക്കാതെ നമ്മളും കൊടുക്കണില്ല, കുട്ടികളോട്ട് ഇത് പഠിപ്പിക്കണമില്ലെങ്കിൽ പിന്നെ ഓരും വലിപ്പത്തിൽ എന്ത് ചെയ്യും, ആർക്കും ഒന്നും കൊടുക്കാതെ നമുക്ക് പോലും തരാതെ ഓരിങ്ങനെ പിടിച്ചു വെക്കണ ഒരു അവസ്ഥയുണ്ടാകും. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹായ സന്താനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. അപ്പൊ നമ്മൾ 10 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടില്ലേ. ലാസ്റ്റിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കണേ, ലാസ്റ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടെന്ന് അറിയണം. അപ്പൊ 10 കാര്യങ്ങൾ പറഞ്ഞു, ഇനി ലാസ്റ്റിൽ നമ്മളൊരു കാര്യം പറയാം. അപ്പൊ ഈ 10 കാര്യങ്ങൾ എന്തൊക്കെയാ ആദ്യം ഒന്ന് പറഞ്ഞാണ്, എന്നിട്ട് ഞാൻ ലാസ്റ്റത്തെ കാര്യം പറയുള്ളൂ. ഏതൊക്കെയാണ് 10 കാര്യങ്ങൾ? വേഗം ഒന്ന് ടൈപ്പ് ചെയ്യും. ഒന്ന് കുളിക്കുക. ഓക്കെ റോഷ, പിന്നെ കുളിക്കുക പറഞ്ഞു. 2 ഓക്കെ എല്ലാവരും കുളിക്കുക എന്നുള്ള പറഞ്ഞു. ഓക്കെ, രണ്ടാമത്തത് നല്ല വസ്ത്രം ധരിക്കുക. 3 അത്തർ പുരട്ടുക അല്ലെങ്കിൽ സുഗന്ധം ഉപയോഗിക്കുക. 4 നാലെന്താ, ഫുഡ് കഴിക്കാതെ പോകുക. ബലി പെരുന്നാൾ ആയതുകൊണ്ട് ഫുഡ് കഴിക്കാതെ പോകുക എന്നുള്ളതാണ്. പിന്നെ 5 തക്ബീർ ചൊല്ല, അല്ലെ, തക്ബീർ ചൊല്ല. ഓക്കെ, തക്ബീർ ചൊല്ല. ഓക്കെ, ആറാമത്തെ എന്താ, പെരുന്നാൾ നിസ്കരിക്കുക, പെരുന്നാൾ നമസ്കാരം നിർവഹിക്കുക, അതിന് മുസല്ലയിലേക്ക് പോകുക, അതേപോലെ തന്നെ പെരുന്നാളിന്റെ ഖുത്തുബ ശ്രവിക്കുക, അതുപോലെ തന്നെ ഖുത്തുബ കേൾക്കുക. പിന്നെ പെരുന്നാൾ നമസ്കാരത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. പിന്നെ 9 എന്തായിരുന്നു? 9 ഇതിങ്ങനെ പറഞ്ഞു പോയി. 9 ഒരു കാര്യം കൂടി ഉണ്ടല്ലേ, 9 ആശംസകൾ കൈമാറുക. ഓക്കെ ഓക്കെ, ആശംസ കൈമാറുക, അല്ലെ, തഖബ്ബൽ അല്ലാഹു മിന്നാ വമിൻകും എന്നൊക്കെ പറയാം. 10 കാര്യമാണ് ദാനധർമ്മം, സ്വതക്ക കൊടുക്കുക എന്നുള്ളത്, അല്ലെ, സ്വതക്ക കൊടുക്കുക. ഓക്കെ, 10 കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ ചെയ്യുന്നതിന്റെ മുമ്പ് ഒരു കാര്യമുണ്ട്, കേട്ടോളിയെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 10 കാര്യങ്ങൾ കഴിഞ്ഞു, ഇതിനു മുമ്പ് ഈ 10 കാര്യങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ദുൽഹിജ്ജ 9 നോമ്പ് പറഞ്ഞിട്ടുണ്ട്. ദുൽഹിജ്ജ 9 ഒരു നോമ്പ്, അഥവാ നിങ്ങളുടെ നാട്ടിൽ വെള്ളിയാഴ്ചയാണ് പെരുന്നാളെങ്കിൽ ഈ വ്യാഴാഴ്ച അഥവാ മറ്റന്നാ നോമ്പുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ശനിയാഴ്ചയാണ് പെരുന്നാളെങ്കിൽ വെള്ളിയാഴ്ച ഒരു നോമ്പുണ്ട്. അതാണ് ദുൽഹിജ്ജ 9 നോമ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പ്രതിഫലം പറഞ്ഞിട്ടുണ്ട്. എത്രയെന്ന് ചോദിച്ചാൽ കഴിഞ്ഞുപോയ ഒരു കൊല്ലത്തെ പാപങ്ങളും അള്ളാഹു പുറത്തു തരും, വരാനിരിക്കുന്ന ഒരു കൊല്ലത്തെ പാപം അള്ള പുറത്തു തരും. 2 കൊല്ലത്തെ പാപം അള്ള ഒഴിവാക്കി തരാന്നാണ്. അതിന്റെ അർത്ഥം അത് ചെയ്തിട്ട് പോയി തെറ്റ് ചെയ്യണം എന്നല്ല. നമ്മൾ അറിയാതൊക്കെ സംഭവിക്കണ കുറേ തെറ്റുകൾ ഉണ്ടാകും. ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞു പോകുന്ന ചില കളവുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ അറിയാതെ സംഭവിക്കുന്ന ചില വാക്കുകൾ, അല്ലെങ്കിൽ പറഞ്ഞു പോകുന്ന വാക്കുകൾ, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതൊക്കെ അല്ല നമുക്ക് പുറത്തു തരികയോ അല്ലെങ്കിൽ പുറത്തു തരാൻ, അല്ലെങ്കിൽ അത് നമുക്ക് പുറത്തു കൊടുക്കാൻ, തൗബ ചെയ്യാനുള്ള ഒരു അവസരം നൽകുകയോ ഒക്കെ ചെയ്യും. അത് ഈ ഒരു ദിവസം കൊണ്ട് കിട്ടണതാണ്.
നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കാണ്. ശരിക്ക് നമ്മൾ ഇനി നോമ്പ് എടുക്കണോന്ന് വെച്ചിരിക്കണ്ട. അന്ന് സ്കൂളുകളൊന്നുമില്ല, സ്കൂളുകളൊക്കെ ഒഴിവാ. നമ്മൾ ഉമ്മാനോട് പറയണം, ഉമ്മ നിങ്ങൾ അത്താഴത്തിന് നീക്കുമ്പോൾ എന്നെയും വിളിക്കണം, ഞാനും ഉണ്ട് നോമ്പെടുക്കാൻ. നമ്മളെ നോമ്പിന് വേണ്ടി എണീറ്റ് അത്താഴം കഴിച്ച് അന്ന് സുബയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ചേരം ഖുറാനൊക്കെ ഓതി അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ റമദാനിന് എങ്ങനെയാണോ അതേപോലെ ഇങ്ങനെ എന്ത് ചെയ്യണം, കുറേ ഖുറാൻ ഓതിയിട്ടും അതേപോലെ തന്നെ നിസ്കരിച്ചിട്ടും അതേപോലെ തന്നെ ദിക്ർ ചൊല്ലിയിട്ടും നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടൊക്കെ നമ്മൾ കഴിച്ചു കൂട്ടും. അപ്പൊ നമുക്ക് ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. അതിന്റെ പിറ്റത്തെ ദിവസം നമ്മൾ പെരുന്നാൾ പോകുമ്പോൾ നമുക്ക് ഭയങ്കര റാഹത്താണ്. ഞാൻ ഇന്നലെ ഫുള്ള് നോമ്പെടുത്തു, ഞാൻ ഇന്നലെ കുറേ നേരം ഖുറാൻ ഓതി, ഞാൻ ഇന്നലെ എല്ലാ നിസ്കാരവും നിസ്കരിച്ചു, ഞാൻ പള്ളിയിൽ പോയി നിസ്കരിച്ചു. ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സന്തോഷിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ മക്കളും എല്ലാവരും, ഇതാ ഞാൻ ചോദ്യം ചോദിക്കാൻ പോവുകയാണ്, എല്ലാവരും ഈ വരുന്ന ദുൽഹിജ്ജ 9 നോമ്പെടുക്കുമല്ലേ? അതാണ് ചോദ്യം. നോമ്പെടുക്കുന്നുള്ളൊരു എന്ന് പറഞ്ഞേ, ആരൊക്കെ നോമ്പെടുക്കുക നോക്കട്ടെ, ആരൊക്കെ എടുക്കണ്ട നോക്കട്ടെ. യാ, ഇതെന്താ കുറെ ആൾക്കാരുണ്ടല്ലോ, മാഷാ അല്ലാ, എല്ലാരും എടുക്കൂലേ? നല്ല കുട്ടികളാണല്ലോ. ഓക്കേ, അപ്പൊ ഞാൻ ചോദിക്കുവേ, നമ്മളെ മദ്രസയിലുള്ള കുട്ടികളോട് ചോദിക്കും, അല്ലാത്തവർ എന്നോട് പറയാ കേട്ടോ. നമ്മൾ നോമ്പ് എടുത്തു കഴിഞ്ഞാൽ എന്നോട് പറയണേ. നോമ്പ് എടുത്തു കഴിഞ്ഞിട്ട് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ എനിക്ക് മെസ്സേജ് അയക്കും, ഉസ്താദെ ഞാൻ നോമ്പ് എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയാം കേട്ടോ. ഞാൻ ചിലപ്പോൾ നോക്കും, ഒഴിവുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, അപ്പൊ ഞങ്ങൾക്ക് റിപ്ലൈ തരണ്ട ഇൻഷാ അല്ലാ. അപ്പൊ നല്ല കുട്ടികളാണ് മാഷാ അല്ലാ എല്ലാവരും. ആ ഒരു താല്പര്യത്തിൽ നമ്മുടെ ഉമ്മാനോട് ഉപ്പാനോടൊക്കെ എന്ത് ചെയ്യണം, അതിന്റെ പുണ്യം പറഞ്ഞു കൊടുക്കണം. അവിടെ വലിയ പുണ്യം കിട്ടുന്ന കാര്യമാണെന്ന് പറയുക. എന്നിട്ട് നമ്മളെല്ലാവരും നോമ്പെടുക്കുക, മറക്കാതിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മൾ ഈ ഒരുമിച്ച് കൂടിയതുപോലെ അള്ളാഹുവിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്ക് നമുക്കെല്ലാം നൽകുമാറാവട്ടെ. കുടുംബത്തോടൊപ്പം സ്വർഗത്തിലേക്ക് അള്ളാഹു നമ്മളെല്ലാവരെയും പ്രവേശിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗം നൽകുമാറാവട്ടെ. നമ്മുടെ ഉമ്മാന്റെ ഉപ്പാന്റെ ഒക്കെ കൂടെ സ്വർഗത്തിലെത്താനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. നല്ല മക്കളായി ഈ ലോകത്ത് ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കെല്ലാം നൽകുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് കൺകുളിർമയുള്ള മക്കളായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഓക്കെ, അപ്പം എന്നാ മക്കളെ നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം കേട്ടോ. ഓക്കെ, ഇന്ന് വേറൊന്നും ഇല്ലെങ്കിൽ നമ്മൾ നിർത്തുകയാണേ, കാരണം നിസ്കാരത്തിന്റെ ടൈം ആകാനായേ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.